ഹൈവേ പോലീസിന്റെ ഇടപെടൽ. കാഴ്ചമറച്ച പൊന്തക്കാടുകൾ വെട്ടിമാറ്റി. ദേശീയപാത 66-ൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് പോകുന്ന റോഡിന്റെ വശങ്ങളിലെ കാഴ്ചമറച്ച കാടുകൾ വെട്ടിമാറ്റി. ഹൈവേ പോലീസും ഓണിയോസ് ക്ലബ്ബ് പ്രവർത്തകരും ചേർന്നാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. നാഷണൽ ഹൈവേയിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് പോകുന്ന ഓണിയം പാലത്തിനടുത്തുള്ള ഈ റോഡിന്റെ ഇരുവശങ്ങളിലും കാടുപിടിച്ചതിനാൽ കാൽനടയാത്രക്കാർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഹൈവേ പോലീസ് പട്രോളിംഗിനിടെയാണ് കാടുകൾ കാഴ്ചമറയ്ക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ ഹൈവേ പോലീസ് സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് ഓണിയോസ് ക്ലബ്ബ് പ്രവർത്തകരെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസും ക്ലബ്ബ് അംഗങ്ങളും ചേർന്ന് കാടുകൾ വെട്ടിമാറ്റി റോഡ് സുരക്ഷിതമാക്കി. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജോസഫ്, സിവിൽ പോലീസ് ഓഫീസർ ഷിബു എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ക്ലബ്ബ് പ്രവർത്തകരായ റിയാസ്, സബീൽ, ഷംസാദ്, ഹാഷിം, ജദീർ, സഫ്തർ, സഹൽ, നിയാസ്, കെ ടി റഹീസ്, സിനാൻ, സബിത് റഹീസ്, കുഞ്ഞുട്ടി, അബൂബക്കർ എന്നിവർ ഈ പ്രവർത്തനത്തിൽ പങ്കെടുത്തു. യുവാക്കളുടെ ഈ കൂട്ടായ്മ സമൂഹത്തിന് മാതൃകയാണെന്ന് സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് പറഞ്ഞു. നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി ഹൈവേ പോലീസ് പരിസരത്തെ ക്ലബ്ബായ ഓണിയോസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് അതിന്റെ സംഘാടകരായിട്ട് ബന്ധപ്പെടുകയും അവർ വളരെ സന്തോഷപൂർവ്വം ഇതിന്റെ ക്ലീനിങ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അതിന് പ്രത്യേകം ഓണിയോസ് ക്ലബ് പ്രവർത്തകരെ ഹൈവേ പോലീസിന്റെ പേരിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അതിന് ഹൈവേ പോലീസിന്റെ വക ഒരു ചെറിയൊരു മിഠായി വിതരണം കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ സെക്രട്ടറി ക്ലബിന്റെ പ്രസിഡന്റിന് ഫസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ഉദ്ഘാടനം നടത്തുക. പ്രവർത്തനത്തിൽ പങ്കെടുത്തവർക്ക് ഹൈവേ പോലീസ് മധുരം നൽകി ആദരിക്കുകയും ചെയ്തു.